പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രഫീദീമിൽ എത്തി പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ജനം മോശയോട്, ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്നു കലഹിച്ചു പറഞ്ഞതിന് മോശെ അവരോട്, നിങ്ങൾ എന്നോട് എന്തിന് കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. ജനത്തിന് അവിടെ വെച്ച് നന്നാ ദാഹിച്ചതുകൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു. ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന് എന്ന് പറഞ്ഞു. മോശ യഹോവയോട് നിലവിളിച്ചു, ഈ ജനത്തിന് ഞാൻ എന്തു ചെയ്യേണ്ടു? അവർ എന്നെ കല്ലെറിയുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. യഹോവ മോശയോട്, ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിൻ്റെ മുമ്പാകെ കടന്നുപോക. ഞാൻ ഹോരേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും. നീ പാറയെ അടിക്കണം. ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണെ മോശ അങ്ങനെ ചെയ്തു. ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തവും യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്നവർ യഹോവയെ പരീക്ഷിക്കാൻ നിമിത്തവും അവൻ ആ സ്ഥലത്തിന് മസ എന്നും മെരീബ എന്നും പേരിട്ടു. രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്തു പുറപ്പെട്ട് അമാലേക്കരോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചും കൊണ്ടു നിൽക്കും എന്ന് പറഞ്ഞു. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശയും അഹ്റോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. എന്നാൽ മോശയുടെ കൈ ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ല് എടുത്തു വെച്ചു. അവൻ അതിന്മേലിരുന്നു. അഹ്റോനും ഹൂരും ഒരുത്തനിപ്പുറത്തും ഒരുത്തനപ്പുറത്തും നിന്നു അവൻ്റെ കൈ താങ്ങി. അങ്ങനെ അവൻ്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. യോശുവ അമാലേക്കിനെയും അവൻ്റെ ജനത്തെയും വാളിൻ്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കാം. ഞാൻ അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയും എന്ന് കൽപ്പിച്ചു. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു. അതിന് യഹോവ നിസി, യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടു. യഹോവയുടെ സിംഹാസനത്താണ്. യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ട് എന്ന് അവൻ പറഞ്ഞു. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം. ദൈവം മോശയ്ക്കും തൻ്റെ ജനമായ ഇസ്രായേലിനും വേണ്ടി ചെയ്തതൊക്കെയും യഹോവ ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതും മിദ്യാനിലെ പുരോഹിതനായ മോശയുടെ അമ്മായിയപ്പനായ യിത്രോ കേട്ടു. അപ്പോൾ മോശയുടെ അമ്മായിയപ്പനായ യിത്രോ മോശ മടക്കി അയച്ചിരുന്ന അവൻ്റെ ഭാര്യ സിപ്പോറയെയും അവളുടെ 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടു. ഞാൻ അന്യദേശത്ത് പരദേശിയായി എന്നവൻ പറഞ്ഞതുകൊണ്ട് അവരിൽ ഒരുത്തന് ഗർഷോം എന്നു പേർ. എൻ്റെ പിതാവിൻ്റെ ദൈവം എനിക്ക് തുണയായി എന്നെ ഫറവോൻ്റെ വാളിങ്കൽ നിന്ന് രക്ഷിച്ചു എന്നവൻ പറഞ്ഞതുകൊണ്ട് മറ്റവന് ഏലിയേസർ എന്നു പേർ. എന്നാൽ മോശയുടെ അമ്മായിയപ്പനായ യിത്രോ അവൻ്റെ പുത്രന്മാരോടും അവൻ്റെ ഭാര്യയോടും കൂടെ മോശ പാളയം ഇറങ്ങിയിരുന്ന മരുഭൂമിയിൽ ദൈവത്തിൻ്റെ പർവ്വതത്തിങ്കൽ അവൻ്റെ അടുക്കൽ വന്നു. നിന്റെ അമ്മായിയപ്പൻ യിത്രോ എന്ന ഞാനും നിന്റെ ഭാര്യയും 2 പുത്രന്മാരും നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്നവൻ മോശയോട് പറയിച്ചു. മോശ തൻ്റെ അമ്മായിയപ്പനെ എതിരേൽപ്പാൻ ചെന്നു, വണങ്ങി അവനെ ചുംബിച്ചു. അവർ തമ്മിൽ കുശലപ്രശ്നം ചെയ്തു കൂടാരത്തിൽ വന്നു. മോശ തൻ്റെ അമ്മായിയപ്പനോട്, യഹോവ ഇസ്രായേലിനു വേണ്ടി ഫറവോനോടും മിസ്രയീമ്യരോടും ചെയ്തതൊക്കെയും വഴിയിൽ തങ്ങൾക്ക് നേരിട്ട പ്രയാസമൊക്കെയും യഹോവ തങ്ങളെ രക്ഷിച്ച പ്രകാരവും വിവരിച്ചു പറഞ്ഞു. യഹോവ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ചതിനാൽ അവർക്ക് ചെയ്ത എല്ലാ നന്മ നിമിത്തവും യിത്രോ സന്തോഷിച്ചു. യിത്രോ പറഞ്ഞതെന്തെന്നാൽ, നിങ്ങളെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നും ഫറവോന്റെ കയ്യിൽ നിന്നും രക്ഷിച്ച് മിസ്രയീമ്യരുടെ കൈക്കീഴിൽ നിന്ന് ജനത്തെ വിടുവിച്ചിരിക്കുന്ന യഹോവ സ്തുതിക്കപ്പെടുമാറാകട്ടെ. യഹോവ സകല ദേവന്മാരിലും വലിയവൻ എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അതെ, ഇവരോട് അവർ അഹങ്കരിച്ച കാര്യത്തിൽ തന്നെ. മോശയുടെ അമ്മായിയപ്പനായ യിത്രോ ദൈവത്തിന് ഹോമവും
ഹനനയാഗവും കഴിച്ചു. അഹരോനും ഇസ്രായേൽ മൂപ്പന്മാരെല്ലാവരും വന്ന് മോശയുടെ അമ്മായപ്പനോട് കൂടെ ദൈവസന്നിധിയിൽ ഭക്ഷണം കഴിച്ചു. പിറ്റേന്നാൾ മോശ ജനത്തിന് ന്യായം വിധിപ്പാനിരുന്നു. ജനം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മോശയുടെ ചുറ്റും നിന്നു. അവൻ ജനത്തിനു വേണ്ടി ചെയ്യുന്നതൊക്കെയും മോശയുടെ അമ്മായപ്പൻ കണ്ടപ്പോൾ, നീ ജനത്തിനു വേണ്ടി ചെയ്യുന്ന ഈ കാര്യം എന്ത്? നീ ഏകനായി വിസ്തരിപ്പാനിരിക്കുകയും ജനമൊക്കെയും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിന്റെ ചുറ്റും നിൽക്കുകയും ചെയ്യുന്നത് എന്ത് എന്നവൻ ചോദിച്ചു. മോശ തൻ്റെ അമ്മായപ്പനോട്, ദൈവത്തോട് ചോദിപ്പാൻ ജനം എൻ്റെ അടുക്കൽ വരുന്നു. അവർക്കൊരു കാര്യമുണ്ടാകുമ്പോൾ അവർ എൻ്റെ അടുക്കൽ വരും. അവർക്ക് തമ്മിലുള്ള കാര്യം ഞാൻ കേട്ട് വിധിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അവരെ അറിയിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിന് മോശയുടെ അമ്മായപ്പൻ അവനോട് പറഞ്ഞത്, നീ ചെയ്യുന്ന കാര്യം നന്നല്ല. നീയും നിന്നോട് കൂടെയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോകും. ഈ കാര്യം നിനക്ക് അതിഭാരമാകുന്നു. ഏകനായി അത് നിവർത്തിപ്പാൻ നിനക്ക് കഴിയുന്നതല്ല. ആകയാൽ എൻ്റെ വാക്കു കേൾക്കാം. ഞാൻ ഒരാലോചന പറഞ്ഞു തരാം. ദൈവം നിന്നോട് കൂടെ ഇരിക്കും. നീ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക. നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടു ചൊല്ലുക. അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക. അതല്ലാതെ ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും നിയമിക്കാം. അവർ എല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിക്കട്ടെ. വലിയ കാര്യമൊക്കെയും അവർ നിന്റെ അടുക്കൽ കൊണ്ടുവരട്ടെ. ചെറിയ കാര്യം ഒക്കെയും അവർ തന്നെ തീർക്കട്ടെ. ഇങ്ങനെ അവർ നിന്നോടുകൂടെ വഹിക്കുന്നതിനാൽ നിനക്ക് ഭാരം കുറയും. നീ ഈ കാര്യം ചെയ്യുകയും ദൈവം അത് അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നിന്നു പൊറുക്കാം. ഈ ജനത്തിനൊക്കെയും സമാധാനത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോകുകയുമാണ്. മോശ തൻ്റെ അമ്മായപ്പൻ്റെ വാക്ക് കേട്ടു. അവൻ പറഞ്ഞതുപോലെയൊക്കെയും ചെയ്തു. മോശ എല്ലാ ഇസ്രായേലിൽ നിന്നും പ്രാപ്തിയുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുത്തു. അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും ജനത്തിന് തലവന്മാരാക്കി. അവർ എല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിച്ചു വന്നു. വിഷമമുള്ള കാര്യം അവർ മോശയുടെ അടുക്കൽ കൊണ്ടുവരും. ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കും. അതിൻ്റെ ശേഷം മോശ തൻ്റെ അമ്മായപ്പനെ യാത്രയയച്ചു. അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടതിൻ്റെ 3-ാം മാസത്തിൽ അതേ ദിവസം അവർ സീനായി മരുഭൂമിയിലെത്തി. അവർ രഫീദിമിൽ നിന്നു യാത്ര പുറപ്പെട്ടു. സീനായി മരുഭൂമിയിൽ വന്നു. മരുഭൂമിയിൽ പാളയമിറങ്ങി. അവിടെ പർവ്വതത്തിന് എതിരെ ഇസ്രായേൽ പാളയമിറങ്ങി. മോശ ദൈവത്തിൻ്റെ അടുക്കൽ കയറി ചെന്നു. യഹോവ പർവ്വതത്തിൽ നിന്ന് അവനോട് വിളിച്ചു കൽപ്പിച്ചത്, നീ യാക്കോബ് ഗൃഹത്തോട് പറയുകയും ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യേണ്ടത് എന്തെന്നാൽ, ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവും ആകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു. മോശ വന്നു ജനത്തിൻ്റെ മൂപ്പന്മാരെ വിളിച്ചു. യഹോവ തന്നോട് കൽപ്പിച്ച ഈ വചനങ്ങളൊക്കെയും അവരെ പറഞ്ഞു കേൾപ്പിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യും എന്ന് ജനം ഉത്തരം പറഞ്ഞു. മോശ ജനത്തിൻ്റെ വാക്ക് യഹോവയുടെ സന്നിധിയിൽ ബോധിപ്പിച്ചു. യഹോവ മോശയോട്, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കേണ്ടതിനും നിന്നെ എന്നേക്ക് വിശ്വസിക്കേണ്ടതിനും ഞാനിതാ മേഘതമസ്സിൽ നിന്റെ അടുക്കൽ വരുന്നു എന്നരുളി ചെയ്തു. ജനത്തിൻ്റെ വാക്ക് മോശ യഹോവയോട് ബോധിപ്പിച്ചു. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ജനത്തിൻ്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കാം. അവർ വസ്ത്രമലക്കി
മൂന്നാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. മൂന്നാം ദിവസം യഹോവ സകല ജനവും കാൺകെ സീനായി പർവ്വതത്തിൽ ഇറങ്ങും. ജനം പർവ്വതത്തിൽ കയറാതെയും അതിൻ്റെ അടിവാരം തൊടാതെയും ഇരിപ്പാൻ സൂക്ഷിക്കണം എന്നു പറഞ്ഞ് നീ അവർക്കായി ചുറ്റും അതിർത്തിരിക്കണം. പർവ്വതം തൊടുന്നവൻ എല്ലാം മരണശിക്ഷ അനുഭവിക്കണം. കൈ തൊടാതെ അവനെ കല്ലെറിഞ്ഞോ എയ്തോ കൊന്നുകളയണം. മൃഗമായാലും മനുഷ്യനായാലും ജീവനോടിരിക്കരുത്. കാഹളം ദീർഘമായി ധ്വനിക്കുമ്പോൾ അവർ പർവ്വതത്തിന് അടുത്തു വരട്ടെ. മോശ പർവ്വതത്തിൽ നിന്ന് ജനത്തിൻ്റെ അടുക്കൽ ഇറങ്ങിച്ചെന്ന് ജനത്തെ ശുദ്ധീകരിച്ചു. അവർ വസ്ത്രം അലക്കുകയും ചെയ്തു. അവൻ ജനത്തോട്, മൂന്നാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിപ്പിൻ, നിങ്ങളുടെ ഭാര്യമാരുടെ അടുക്കൽ ചെല്ലരുത് എന്ന് പറഞ്ഞു. മൂന്നാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമീകവും മഹാഗംഭീരമായ കാഹളധ്വനിയുമുണ്ടായി. പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി. ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. അവർ പർവ്വതത്തിൻ്റെ അടിവാരത്തു നിന്നു. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിൻ്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. കാഹളധ്വനി ദീർഘമായി ഉറച്ചുറച്ചു വന്നപ്പോൾ മോശ സംസാരിച്ചു. ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരം അരുളി. യഹോവ സീനായി പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ ഇറങ്ങി. യഹോവ മോശയെ പർവ്വതത്തിൻ്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു. മോശ കയറി ചെന്നു. യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ജനം നോക്കേണ്ടതിന് യഹോവയുടെ അടുക്കൽ കടന്നു വന്നിട്ട് അവരിൽ പലരും നശിച്ചു പോകാതിരിപ്പാൻ നീ ഇറങ്ങിച്ചെന്ന് അവരോട് അമർച്ചയായി കൽപ്പിക്കാം. യഹോവയോട് അടുക്കുന്ന പുരോഹിതന്മാരും യഹോവ അവർക്ക് ഹാനി വരുത്താതിരിക്കേണ്ടതിന് തങ്ങളെ ശുദ്ധീകരിക്കട്ടെ. മോശ യഹോവയോട്, ജനത്തിന് സീനായി പർവ്വതത്തിൽ കയറുവാൻ പാടില്ല, പർവ്വതത്തിന് അതിർ തിരിച്ച് അതിനെ ശുദ്ധമാക്കുക എന്ന് ഞങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, ഇറങ്ങിപ്പോക, നീ അഹ്റോനുമായി കയറി വരിക. എന്നാൽ പുരോഹിതന്മാരും ജനവും യഹോവ അവർക്ക് നാശം വരുത്താതിരിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ കയറുവാൻ അതിർ കടക്കരുത്. അങ്ങനെ മോശ ജനത്തിൻ്റെ അടുക്കൽ ഇറങ്ങിച്ചെന്ന് അവരോട് പറഞ്ഞു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം. ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു. അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവം ആകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്കു കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെ പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ചു എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. തൻ്റെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാം. 6 ദിവസം അധ്വാനിച്ചു നിന്റെ വേല ഒക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബ്ബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബ്ബത്ത് നാളിനെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചിരിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത്, കൂട്ടുകാരൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസനെയും ദാസിയെയും അവൻ്റെ കാളയെയും കഴുതയെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്.
ജനമൊക്കെയും ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും പർവ്വതം പുകയുന്നതും കണ്ടു. ജനം അത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് ദൂരത്തു നിന്നു. അവർ മോശയോട്, നീ ഞങ്ങളോട് സംസാരിക്ക, ഞങ്ങൾ കേട്ടുകൊള്ളാം. ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കലുള്ള ഭയം നിങ്ങൾക്കുണ്ടാകേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ജനം ദൂരത്തു നിന്നു. മോശയോ ദൈവം ഇരുന്ന ഇരുളിന് അടുത്തു ചെന്നു. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ കണ്ടിരിക്കുന്നുവല്ലോ. എൻ്റെ സന്നിധിയിൽ വെള്ളി കൊണ്ടുള്ള ദേവന്മാരെയോ പൊന്നുകൊണ്ടുള്ള ദേവന്മാരെയോ നിങ്ങൾ ഉണ്ടാക്കരുത്. എനിക്ക് മണ്ണുകൊണ്ട് ഒരു യാഗപീഠം ഉണ്ടാക്കി അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളെയും സമാധാനയാഗങ്ങളെയും നിന്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം. ഞാൻ എൻ്റെ നാമത്തിൻ്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏതു സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. കല്ലുകൊണ്ട് എനിക്ക് യാഗപീഠം ഉണ്ടാക്കുന്നുവെങ്കിൽ ചെത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത്. നിന്റെ ആയുധം കൊണ്ട് അതിനെ തൊട്ടാൽ നീ അതിനെ അശുദ്ധമാക്കും. എൻ്റെ യാഗപീഠത്തിങ്കൽ നിന്റെ നഗ്നത കാണാതിരുപ്പാൻ നീ അതിങ്കൽ പടികളാൽ കയറരുത്.